ലൈംഗിക കടത്ത് വിവാദം കത്തി നിൽക്കുമ്പോൾ സമൂഹത്തിന്റെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന പ്രധാനികൾ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നിങ്ങനെ കൊടുങ്കാറ്റിൽ കാലിടറിയവർ ധാരാളവും. കഥയുടെ കേന്ദ്രബിന്ദു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുകയും കടത്തുകയും ചെയ്തതായി ആരോപിക്കപ്പെട്ട ധനികനായ ബിസിനസ്സുകാരൻ ജെഫ്രി എപ്സ്റ്റീൻ ആണ്. 2019 എപ്സ്റ്റീൻ ജയിലിൽ മരണപ്പെട്ടു. പക്ഷെ ഇപ്പോൾ ആ പേര് വീണ്ടും ചർച്ചയാവുമ്പോൾ ഏറ്റവും പുതിയ വഴിത്തിരിവിൽ നേരിട്ട് ഭാഗമായിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ? രാഷ്ട്രീയക്കാർ, ബിസിനസ്സുകാർ, രാജകുടുംബങ്ങൾ എന്നിങ്ങനെ നിരവധി ഉന്നതരുമായി അടുത്ത ബന്ധമുള്ള ഒരു ധനിക വ്യവസായിയായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ. 2008 കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട ഇയാൾക്കെതിരെ കേസെടുത്തെങ്കിലും അത് നേരിയ ശിക്ഷയിൽ ഒതുങ്ങി. പിന്നാലെ 2019 പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗിക കടത്തിന് വിധേയമാക്കിയ കേസിൽ എപ്സ്റ്റീൻ വീണ്ടും അറസ്റ്റിലായി. പക്ഷേ ഏതാനും ആഴ്ചകൾക്ക് ശേഷം എപ്സ്റ്റീൻ ജയിൽ മുറിയിൽ മരണപ്പെട്ടതായി കണ്ടെത്തി. ഉദ്യോഗസ്ഥർ മരണം ആത്മഹത്യയായി മുദ്രകുത്തിയെങ്കിലും കൊലപാതകമാണെന്നും ആരോ ഇതിനു പിന്നിലുണ്ടെന്നും ശക്തമായി വിശ്വസിക്കുന്നവർ ധാരാളമായിരുന്നു. എപ്സ്റ്റീൻ സൂക്ഷിച്ച രഹസ്യ ക്ലയന്റ് ലിസ്റ്റ്, ലൈംഗിക കടത്ത് ശൃംഖലയിലെ അംഗങ്ങളുടെ പേര് വിവരങ്ങൾ അടങ്ങിയ ഒരു രഹസ്യ പട്ടിക എപ്സ്റ്റീൻ വർഷങ്ങളോളം സൂക്ഷിച്ചിരുന്നുവെന്നാണ് ആളുകൾ വിശ്വസിച്ചിരുന്നത്. അമേരിക്കൻ സർക്കാർ ഈ പേരുകൾ പുറത്തുവിടുമെന്ന് പോലും പലരും പ്രതീക്ഷിച്ചു. എന്നാൽ അടുത്തിടെ നീതിന്യായ വകുപ്പ് അത്തരമൊരു ക്ലയന്റ് ലിസ്റ്റ് ഇല്ലെന്നും ബ്ലാക്ക് മെയിൽ ഓപ്പറേഷന് തെളിവൊന്നും കണ്ടെത്തിയില്ല എന്നും വെളിപ്പെടുത്തിയതോടെ ഈ പേരുകൾ പുറത്തു വരാൻ കാത്തിരിക്കുകയായിരുന്ന ആളുകളെ, പ്രത്യേകിച്ച് ട്രംപ് അനുയായികളെ അത് രോക്ഷാകുലരാക്കി. ട്രംപിന്റെ ഏറ്റവും പുതിയ നീക്കം എന്താണെന്ന് നമുക്ക് നോക്കാം. പൊതുജനങ്ങളുടെ രോക്ഷം നേരിട്ട ട്രംപ് ഇപ്പോൾ തന്നെ അറ്റോർണി ജനറൽ പാം ബോണ്ടിയോട് ഈ വിഷയം കോടതിയിൽ എത്തിച്ച എപ്സ്റ്റീന്റെ ഗ്രാൻഡ് ജൂറി ട്രാൻസ്ക്രിപ്റ്റുകൾ വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിഷയത്തിൽ പൂർണ്ണ സുതാര്യത വേണമെന്നാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന വാദം. അത് പക്ഷേ അനുയായികളെ ശാന്തരാക്കാനും സ്വന്തം പ്രതിച്ഛായ സംരക്ഷിക്കാനുമുള്ള ഒരു രാഷ്ട്രീയ നീക്കമായാണ് പലരും കാണുന്നത്. ജന്മദിന കാർഡിലെ അശ്ലീലവും വിവാദവും. 2003 ട്രംപ് എപ്സ്റ്റീന് ഒരു അശ്ലീല ജന്മദിന കാർഡ് അയച്ചതായി ദ വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ റിപ്പോർട്ട് വലിയ കോളിളക്കങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ജന്മദിന കാർഡിൽ നഗ്നയായ സ്ത്രീയുടെ കാർട്ടൂണും ഒപ്പം നമുക്ക് ഒരുപാട് സാമ്യതകളുണ്ട് എന്നൊരു സന്ദേശവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാർഡ് താൻ അയച്ചിട്ടില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ ട്രംപ് ചെയ്തത്. വാർത്തയെ ശക്തമായി നിഷേധിക്കുകയും വാൾ സ്ട്രീറ്റ് ജേർണലിനും മാധ്യമ മുതലാളി റൂപ്പർട്ട് മാർഡോക്കിനുമെതിരെ നടപടി സ്വീകരിക്കുമെന്ന ഭീഷണിയും ട്രംപ് ഉയർത്തുകയും ചെയ്തിരുന്നു. ജെഫ്രി എപ്സ്റ്റീൻ കേസിലെ മുദ്രവച്ച രേഖകൾ പുറത്തുവിടാൻ നീതിന്യായ വകുപ്പ് ഉടൻ കോടതിയോട് ആവശ്യപ്പെടുമെന്ന് അറ്റോർണി ജനറൽ പാംബോണ്ടിയോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ റിപ്പബ്ലിക്കൻ അംഗങ്ങൾ വിഷയത്തിൽ ഭിന്നത രൂക്ഷമാണ്. ചില രേഖകൾ പുറത്തുവിടണമെന്ന് വാദിക്കുമ്പോൾ മറ്റു ചിലർ നിശബ്ദത തുടരുകയാണ്. എന്നാൽ ട്രംപ് അനുയായികൾ വിഷയത്തിൽ വ്യക്തത വേണമെന്നാണ് വാദിക്കുന്നത്. അടുത്തിടെ നടന്ന സർവേ പ്രകാരം 69% റിപ്പബ്ലിക് അംഗങ്ങളും സത്യങ്ങൾ മറച്ചുവെക്കപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നവരാണ്. എപ്സ്റ്റീൻ ഗ്രാൻഡ് ജൂറി ഫയലുകൾ പരസ്യമാക്കണമോ എന്ന് കോടതി തീരുമാനിക്കേണ്ടതുണ്ട്. അതിന് ആഴ്ചകളോ മാസങ്ങളോ എടുത്തേക്കാം. അതിനിടയിൽ രാഷ്ട്രീയ പോരാട്ടം കടുത്ത രീതിയിൽ തന്നെ തുടരുകയാണ്. ജെഫ്രി എപ്സ്റ്റീൻ കേസിൽ സത്യങ്ങൾ മൂടിവെക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് പ്രധാന ആരോപണം. എന്നാൽ താൻ സത്യത്തിന്റെ പക്ഷത്താണെന്ന് കാണിക്കാനുള്ള ശ്രമത്തിലാണ് ട്രംപ് ഇപ്പോൾ. എങ്കിൽ എന്തുകൊണ്ടാണ് വിഷയത്തിൽ ഇതുവരെ അദ്ദേഹം പ്രതികരിക്കാതിരുന്നത് എന്നുള്ള ചോദ്യങ്ങളും ഒപ്പം ഉയരുന്നുണ്ട്. ഈ വിഷയത്തിൽ എന്തൊക്കെ ഇനി സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.